പൾസർ സുനിയെ കോടതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്കമാലി കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദിൽജിത്ത് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ദിൽജിത്ത്, എപ്പോഴേക്കാണ് കോടതി ആരംഭിച്ചോ എപ്പോഴേക്കാണ് ഹാജരാക്കുക? അങ്ങോട്ട് ഹാജരാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ദിൽജിത്ത്. സൗമ്യ, പൾസർ സുനിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ കോടതി വളപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 11 മണിയോടുകൂടിയാണ് കോടതി ചേരുക. അതിനു മുമ്പായി അരമണിക്കൂർ കോടതി വളപ്പിലേക്ക് പൾസർ സുനിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേക വാഹനത്തിലാണ് കാക്കനാട് ജയിലിൽ നിന്ന് ഇപ്പോൾ പൾസർ സുനിയെ അങ്കമാലി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ അല്പസമയത്തിനകം കോടതിക്ക് ഉള്ളിലേക്ക് പൾസർ സുനിയെ ഉള്ളിലേക്ക് കയറ്റും. ഇപ്പോൾ പൾസർ സുനിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം കോടതി വളപ്പിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അരമണിക്കൂറിനുള്ളിൽ 11 മണിയോടുകൂടി തന്നെയാണ് കേസ് കോടതി ആരംഭിക്കുക. കോടതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പൾസർ സുനിയെ കോടതിക്ക് ഉള്ളിലേക്ക് കടത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് സംഘം. വലിയ തരത്തിലുള്ളൊരു സുരക്ഷ തന്നെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിരവധി പോലീസുകാർ പൾസർ സുനിയെ സുരക്ഷാ കവചം തീർത്ത് കോടതിക്കുള്ളിലേക്ക് കടത്തുന്നതിനായി അങ്കമാലി കോടതി പരിസരത്ത് എത്തിയിട്ടുണ്ട്. കോടതി വരാന്തയ്ക്ക് സമീപത്ത് വരെ വാഹനത്തിൽ തന്നെ പൾസർ സുനിയെ എത്തിച്ച് തുടർന്ന് അകത്തേക്ക് കവചത്തോടുകൂടി പോലീസുകാരുടെ കവചത്തോടുകൂടി അകത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. സാധാരണഗതിയിൽ കോടതിക്ക് പുറത്ത് വാഹനം നിർത്തിയാണ് ഇത്തരത്തിൽ ജഡ്ജിമാരുൾപ്പെടെയുള്ള ആളുകൾ അകത്തേക്ക് പോകാറുള്ളത്. എങ്കിൽ കൂടി ഇപ്പോൾ കോടതി വരാന്തയ്ക്ക് സമീപം വരെ കോടതിക്കുള്ളിലേക്കുള്ള വാതിൽക്കെട്ട് വരെ പടിക്കെട്ട് വരെ പോലീസ് വാഹനം കയറ്റിക്കൊണ്ടുവന്ന് സുനിയെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അല്പസമയത്തിനകം സുനിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറക്കി പോലീസുകാരുടെ സുരക്ഷാ വലയത്തിൽ തന്നെ കോടതി മുറിക്ക് ഉള്ളിലേക്ക് കയറ്റും. കേസ് പരിഗണിക്കുമ്പോൾ ആദ്യ കേസായി തന്നെ പരിഗണിക്കാൻ ഉള്ളൊരു അപേക്ഷയാണ് പോലീസ് നൽകുന്നത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ സുനിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നടപടിയാണ് നോക്കുന്നത്. ഇപ്പോൾ വാഹനത്തിനുള്ളിൽ തന്നെ സുനിയെ കാക്കനാട് നിന്ന് എത്തിച്ചിട്ടുള്ള ആ വാഹനത്തിൽ തന്നെ സുനിയെ ഇപ്പോൾ ഇരുത്തിയിരിക്കുകയാണ്. വാഹനം തുറന്ന് പുറത്തേക്ക് സുനിയെ ഇറക്കാനുള്ളൊരു ശ്രമം ഇപ്പോഴും നടത്തിയിട്ടില്ല. വാഹനത്തിന് ചുറ്റും മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത് കൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ വാഹനം കോടതി വരാന്തയ്ക്ക് സമീപത്ത് എത്തിച്ചേരുകയും തുടർന്ന് കോടതി മുറിക്കുള്ളിലേക്ക് പൾസർ സുനിയെ എത്തിക്കുകയും ചെയ്യും. പൾസർ സുനിയെ അങ്കമാലി കോടതി വളപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിനിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. അല്പസമയത്തിനകം കോടതിയിലേക്ക് മാറ്റും പൾസർ സുനിയെ. ഒരുപക്ഷെ ദിൽജിത്ത്, ഇവിടെ ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വിട്ടുകിട്ടതിന്റെ ആവശ്യകത തന്നെയാകും പോലീസ് ഏതായാലും കോടതിയെ അറിയിക്കുക. നമുക്കറിയാം, കൂടുതൽ മൊഴിയെടുക്കേണ്ട അല്ലെങ്കിൽ നിലവിൽ പുറത്തു വന്നിട്ടുള്ള തെളിവുകളുടെ ഒക്കെ ക്ലാരിറ്റി വരുത്തേണ്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പൾസറിന്റെ കസ്റ്റഡി ആവശ്യപ്പെടുക തന്നെ ആയിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുക. അതിന്റെ ഒരു പശ്ചാത്തലം, ഒരുപക്ഷെ അതിന്റെ ഒരു ആവശ്യകത എങ്ങനെയായിരിക്കും കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കുക? ദിൽജിത്ത്. തീർച്ചയായും സൗമ്യ, ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിശദാംശങ്ങളും അതോടൊപ്പം ഇപ്പോൾ നടൻ ദിലീപ് മുൻപ് നൽകിയിരിക്കുന്ന മൊഴിക്ക് വിരുദ്ധമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പൾസർ സുനിയുമായി നേരിട്ട് കണ്ടിട്ടില്ല എന്നൊരു മൊഴി നിലനിൽക്കെ തന്നെ അത്തരത്തിലുള്ളൊരു ചിത്രങ്ങൾ, ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യം ചെയ്യലിനായി നാദിർഷയെയും ദിലീപിനെയും വീണ്ടും മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താൻ മുതിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പൾസർ സുനിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് വീണ്ടും സുനിയെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു അവസ്ഥയിൽ അന്വേഷണത്തിൻ്റെ ഗതിയിൽ ഏറ്റവും നിർണായകമാകുന്നത് വീണ്ടും സുനിയെ ചോദ്യം ചെയ്താൽ കിട്ടിയേക്കാവുന്ന വിശദാംശങ്ങളാണ്. പ്രത്യേകിച്ച് മുൻപ് വെളിപ്പെടുത്താത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ പൾസർ സുനിയിൽ നിന്ന് ലഭ്യമായാൽ അതിൽ എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും അന്വേഷണത്തിൻ്റെ ഗതിയിൽ വലിയ ഒരു വഴിത്തിരിവായേക്കാവുന്ന തെളിവുകളാണ് ഉണ്ടായേക്കാവുന്നത്. ഇപ്പോൾ പൾസർ സുനിയെ വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടത്താനുള്ള പൾസർ സുനിയുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം ലഭിക്കാനുള്ള ശ്രമത്തിലാണ്.
പൾസർ സുനിയെ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് കോടതിയിലേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുള്ളതിനാൽ അവരെ മാറ്റുകയാണ്. പൾസറിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഒരു പക്ഷേ എന്തെങ്കിലും നിർണായകമായ കാര്യങ്ങൾ സുനി മാധ്യമങ്ങളോട് പറയാനുള്ള ഒരു സാഹചര്യം കൂടി തള്ളിക്കളയാനാകില്ല. സുനിയെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. കത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ദിലീപിന്റെ പേര് പറഞ്ഞിരുന്നു, ഉള്ളതാണോ? പറഞ്ഞോളൂ. ദിൽജിത്ത്, എന്താണ് സുനി വളരെ ചുരുങ്ങി തന്നെ സുനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇനി സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്ന ഒരു കാര്യം മാത്രമാണ് സുനി പറഞ്ഞിട്ടുള്ളത്. സുനി ഇത്ര കാര്യം മാത്രമാണ് കോടതിയിലേക്കുള്ളിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. സ്രാവുകൾ കുടുങ്ങാനുണ്ട്, അതായത് ഇവിടെ കുടുങ്ങാനുള്ളത് വമ്പന്മാരാണ് എന്ന സൂചനകൾ തന്നെ വളരെ വ്യക്തമായി നൽകിക്കൊണ്ടാണ് പൾസർ സുനി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. പൾസറിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയുടെ ഇന്നത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കാനാണ് കോടതി പോലീസ് അന്വേഷണ സംഘം ഇവിടെ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പൾസർ സുനിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്നാണ് പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയ ചില സൂചനകളുണ്ട് ആ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ. ദിൽജിത്ത്, ഈ ഒരു സെന്റൻസിലാണ് തന്റെ പ്രതികരണം ഒതുക്കിയതെങ്കിലും പല കാര്യങ്ങളും പറയാതെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സെന്റൻസ്. ദിൽജിത്ത്, തീർച്ചയായും സൗമ്യ, ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെ പറ്റി ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം പോലീസിന്റെ വിശദാംശങ്ങൾ, പോലീസ് പറയുന്ന വിശദീകരണങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച് സുനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പറയാനുണ്ടോ? പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊരു പ്രതികരണം ചോദിച്ചപ്പോഴാണോ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട് എന്നൊരു മറുപടി ഒറ്റ വാചകത്തിൽ ഒതുക്കി സുനി പറഞ്ഞത്. തുടർന്ന് ഇത്തരത്തിൽ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കി കോടതി മുറിക്കുള്ളിലേക്ക് കയറ്റാനുള്ള ഒരു തിടുക്കത്തിൽ മാധ്യമപ്രവർത്തകരെ മാറ്റുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സുനി പറഞ്ഞത് ഒരു വാക്ക് മാത്രം: സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട്. പ്രത്യേകിച്ച് നടൻ ദിലീപും സംവിധായകൻ നാദിർ ഷാ അടക്കമുള്ള ആളുകൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ അവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുനിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇത്തരത്തിൽ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട് എന്ന തരത്തിൽ വലിയ ധ്വനിയുള്ള വലിയ കാര്യങ്ങൾ, വലിയ ഒരു ഉള്ളടക്കമുള്ള ഒരു വാചകം സുനിയിൽ നിന്ന് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പോലീസ് നീങ്ങിയിരിക്കുന്ന അന്വേഷണം, അതോടൊപ്പം ഇപ്പോൾ മാധ്യമപ്രവർത്തകരടക്കം ചോദിച്ച ചോദ്യങ്ങൾക്ക് ദിലീപിനും നാദിർ ഷയ്ക്കും അടക്കം പങ്കുകളുണ്ടോ, ഈ സംഭവത്തിൽ പുറത്തു വന്ന വാർത്തകളിൽ വാസ്തവമുണ്ടോ, ദിലീപിന് നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് അടക്കമുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ ഒരു മറുപടിയിൽ വൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട്. അവിടെയാണ് ദിൽജിത്ത്, അതായത് ഈ ചോദിച്ച കാര്യങ്ങളൊന്നും തള്ളിപ്പറയുകയും സുനി ചെയ്തിട്ടില്ല എന്നതുകൂടി പ്രധാനമല്ല. ഏതായാലും സുനിയുടെ തന്നെ വാക്കുകളിലേക്ക് പോയ ശേഷം എത്താം. സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്നാണ് സുനി പറഞ്ഞത്. സുനിയുടെ വാക്കുകളിലേക്ക് പോയ ശേഷം ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ നിലവിൽ വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മറുപടിയായാണ് സുനി പറയുന്നത്. സ്രാവുകൾ കുടുങ്ങാനുണ്ട്, ഇതാണ് സുനി പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ, പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ, പുറത്തു വന്നിട്ടുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റ്, ദിലീപിന്റെ അടക്കമുള്ള പേരുകൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഇതൊന്നും തള്ളിക്കളയാതെ കൂടിയാണ് ദിൽജിത്ത്. ഒരുപക്ഷെ അതാണ് സുപ്രധാനമായി ഉള്ളത്. നേരത്തെ തന്നെ കരുതിക്കൂട്ടി താൻ ഇത് പറയണം എന്ന് കരുതി തന്നെ പൾസർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അത്. നിലവിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, ദിലീപിന്റെ അടക്കമുള്ള വിഷയങ്ങൾ തള്ളിക്കളയാതെയാണ് പൾസർ ഇത് പറഞ്ഞത് എന്നതുകൂടി ശ്രദ്ധേയമല്ലേ ദിൽജിത്ത്? തീർച്ചയായും സൗമ്യ, ഇത്തരത്തിൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് ഇത്തരത്തിൽ വൻ സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്നൊരു പ്രതികരണം നടത്തിയത്. ഇപ്പോൾ പൾസറിന്റെ അഭിഭാഷകനായ
കടക്കാൻ സാധിക്കുകയുള്ളൂ. സുനിലിനെ അല്പസമയത്തുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. സുനിലുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വക്കാലത്ത് ഫയൽ ചെയ്യുകയും സുനിൽ കൊടുക്കുന്ന അപേക്ഷയ്ക്കനുസരിച്ച് കോടതി ഒരു ഉത്തരവ് ഇടുകയാണെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ പറയുന്ന സമയത്തിനുള്ളിൽ ഈ പറയുന്ന കേസ് സെഷൻ കോടതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതനുസരിച്ച് നടപടികൾ ഇന്ന് നടക്കുന്നതായിരിക്കും. ഇന്ന് വക്കാലത്ത് ഫയൽ ചെയ്തതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അദ്ദേഹത്തിനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം വിളിച്ചിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചില സാങ്കേതിക തടസ്സം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ചില അഭിഭാഷകർ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിരുന്നു. അവരുടെ നോ ഒബ്ജെക്ഷൻ കിട്ടാത്തതുകൊണ്ടും പ്രതി ഒരു അപേക്ഷ ജയിലർ മുഖാന്തരം കോടതിയിൽ അയച്ചിട്ടുള്ളതുകൊണ്ടും അതിന്റെ ഉത്തരവനുസരിച്ച് ഇന്ന് വക്കാലത്ത് ഫയൽ ചെയ്യുന്നതായിരിക്കും. ജാമ്യം വേണ്ട എന്ന് സുനി പറയുന്നു. അങ്ങനെ ആളോട് പറഞ്ഞതായി പറയുന്നു. ജാമ്യാപേക്ഷയിൽ താല്പര്യമില്ലാത്തതുപോലെ സുനി പ്രകടിപ്പിച്ചതായി പറയുന്നു. ഉള്ളതാണോ അതെല്ലാം? തീർച്ചയായിട്ടും ചില സുരക്ഷാ ഭീഷണി ചില സുരക്ഷാ ഭീഷണികൾ ജയിലിന് പുറത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സാഹചര്യത്തിൽ ഒരു ജാമ്യാപേക്ഷ നൽകേണ്ട എന്ന് സുനി പറഞ്ഞിരിക്കുന്നത്. അതിന് നിജസ്ഥിതി മനസ്സിലാക്കണം. ജയിലിൽ ചില ഭീഷണികളുടെ ഭാഗത്ത് നിന്ന് നിലനിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആഗ്രഹം അദ്ദേഹത്തിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അദ്ദേഹം വന്നതിന് ശേഷം നടപടികൾ എല്ലാം റെഡിയാണ്. അദ്ദേഹം വന്നതിന് ശേഷം അത് കോടതിയിലേക്ക് കോടതി മാറ്റാനുള്ള പറ്റുണ്ടോ? കോടതി പറഞ്ഞോളൂ. ഇതിൽ വക്കാലത്ത് നൽകിയതിന് ശേഷം സംസാരിക്കില്ല. അഡ്വക്കേറ്റ് BA ആളൂർ ആണ് പൾസർ. അഡ്വക്കേറ്റ് BA ആളൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. പൾസർ സുനിയെ ഹാജരാക്കാനായി അങ്കമാലി കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി നീട്ടി വാങ്ങുകയായിരിക്കും. വീണ്ടും പൾസറിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമായിരിക്കും കോടതിയിൽ അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുക. അവിടെ തത്സമയ ദൃശ്യങ്ങളാണ്. അങ്കമാലി കോടതിക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അഡ്വക്കേറ്റ് BA ആളൂർ കോടതിക്കുള്ളിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ പൾസർ സുനിയെ കോടതിക്ക് മുന്നാകെ ഹാജരാക്കും. കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ദിൽജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞത്? ഹാജരാകുന്നതെന്നും സുനിക്ക് വേണ്ടി ഇപ്പോൾ വക്കാലത്ത് കോടതിയിൽ എഴുതി നൽകുമെന്നും അഡ്വക്കേറ്റ് ആളൂർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം നിലവിൽ പുറത്തു വന്നാൽ പൾസർ സുനി പുറത്തു വന്നാൽ നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, സുരക്ഷാ ഭീഷണികളുണ്ട്. ജീവന് തന്നെ ഭീഷണി വരാവുന്ന തരത്തിലുള്ള സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ജാമ്യാപേക്ഷ നൽകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. അതോടൊപ്പം സുനി ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനായി തന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ആളൂരിനോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അത്തരത്തിലൊരു പ്രതികരണം അത് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നിഷേധിക്കുന്ന തരത്തിലുള്ളൊരു മറുപടി പോലും പറയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ തൽക്കാലം സുനിക്ക് വേണ്ടി വക്കാലത്ത് സമർപ്പിക്കുകയാണ്. അതിനുശേഷം മറ്റ് പ്രതികരണങ്ങളിലേക്ക് പോകാം എന്നതടക്കമുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മറ്റ് കേസിൻ്റെ വിശദാംശങ്ങളോ അല്ലെങ്കിൽ ഏത് തരത്തിൽ പുതിയ നടപടികൾ കോടതിക്കുള്ളിൽ ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണ് പ്രതിഭാഗത്തിന് വേണ്ടി ആവശ്യപ്പെടുക എന്ന തരത്തിലുള്ള യാതൊരു പ്രതികരണവും ആളൂർ നടത്തിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ സുനിക്ക് വേണ്ടി ഇത്തരത്തിലൊരു അപേക്ഷ വക്കാലത്ത് BA ആളൂർ കോടതിയിൽ സമർപ്പിക്കും എന്നൊരു സ്ഥിരീകരണം ആളൂരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ദിൽജിത്ത്, അത്തരം നടപടിക്രമങ്ങളിലേക്ക് 11 മണിയോടുകൂടിയാണോ കോടതി കടക്കുക? തീർച്ചയായും ഇപ്പോൾ കോടതിക്കുള്ളിൽ ഈ കേസിലെ പ്രതിയായ പൾസർ സുനിയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ BA ആളൂരും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കേസ് പരിഗണിക്കും. കേസ് പരിഗണിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിലവിൽ
പൾസർ സുനിയുടെ അഭിഭാഷകനായി തന്നെ പരിഗണിക്കാം എന്ന ചൂണ്ടിക്കാട്ടിയുള്ള ഒരു അപേക്ഷ നൽകുകയാണ് BA ആളൂർ ചെയ്യുക. തുടർന്ന് ഇത്തരത്തിൽ പൾസർ സുനി എഴുതി നൽകിയിട്ടുള്ള ഒരു അപേക്ഷ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്നാണ് ഇപ്പോൾ അഭ്യൂഹമുള്ളത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ അതിലെ ആവശ്യം എന്താണെന്ന് വ്യക്തമാക്കാൻ ഇപ്പോൾ അത്തരത്തിലൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇല്ലോ എന്ന് പോലും ഇപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു അപേക്ഷയുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ എഴുതി നൽകും കൂടുതൽ വെളിപ്പെടുത്താനുള്ള ഏതെങ്കിലും കാര്യമാണോ, അല്ലെങ്കിൽ കോടതിയെ ബോധിപ്പിക്കാനുള്ള ഏതെങ്കിലും മറ്റ് നടപടികളാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളാണോ എന്നത് ആണ് ഏറ്റവും ശ്രദ്ധേയമായി ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം കേസ് പരിഗണിക്കുമ്പോൾ പോലീസ് കസ്റ്റഡി നീട്ടുന്നതിനുള്ള അപേക്ഷയും നൽകുന്നുണ്ട്. ആ ഒരു കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നുള്ള അപേക്ഷ ഇപ്പോൾ ഇത്രയും വിശദാംശങ്ങൾ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മുഖ്യ പ്രതിയായ പൾസർ സുനിയെ ചോദ്യം ചെയ്യാതാൽ കിട്ടിയേക്കാവുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളാണ് ഏറ്റവും നിർണായകമായി ഈ കേസിൻ്റെ വഴിത്തിരിവിൽ എത്തിക്കുക. അതുകൊണ്ട് തന്നെ പൾസർ സുനിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ഒരു അപേക്ഷ, ആ അപേക്ഷയിൽ കോടതിയുടെ തീരുമാനം ഉണ്ടാകുമെന്നൊരു തീരുമാനമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് പൾസറിന്റെ പ്രതികരണം ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് പൾസർ സുനി കാര്യങ്ങൾ പറഞ്ഞത്. ഉള്ളതാണോ പറഞ്ഞോളൂ. പൾസർ സുനിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്നാണ് സുനി പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിലവിൽ ദിലീപിന്റേതടക്കം പുറത്തു വന്നിട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പലതും പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ സുനിക്ക് ഇത് തെറ്റായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കണമെങ്കിൽ അത് പറയാമായിരുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇനിയും സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്ന കാര്യമാണ് സുനി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനിയും പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി സുനിയുടെ ആ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കണം. ദിൽജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ദിൽജിത്ത്, ഒരുപക്ഷെ സുനിയുടെ ആ ഒരു പ്രതികരണം അങ്ങനെ തന്നെയല്ലേ വായിക്കേണ്ടത്? നമുക്കറിയാം, ഈ സമീപ ദിവസങ്ങളിലായി പുറത്തു വന്നിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഉന്നതരുടെ പേരുകൾ, വിവിധ തരത്തിലുള്ള തെളിവുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളിലൊന്നും യാതൊന്നും പറയാതെ സുനി പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെന്റൻസ്, ദിൽജിത്ത്. സൗമ്യ, ആ സുനി വ്യക്തമാക്കിയിരിക്കുന്ന വാക്കുകൾ അവ വീണ്ടും പരിശോധിക്കേണ്ടതാണ്. അവ വമ്പൻ സ്രാവുകൾ കുടുങ്ങാനുണ്ട് എന്നല്ല, അന്വേഷണം വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ്. അന്വേഷണം വമ്പൻ സ്രാവുകൾക്ക് ഒപ്പമാണ് നീങ്ങുന്നത്. ഇനിയും കൂടുതൽ സ്രാവുകൾ കുടുങ്ങാനുള്ള കാര്യമല്ല, അന്വേഷണം വമ്പൻ സ്രാവുകൾക്ക് ഒപ്പമാണ് എന്നാണ് സുനി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒന്നുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യം കൂടിയാണ്. ഇത്തരത്തിലാണെങ്കിൽ സുനി പറഞ്ഞത് ഇത്തരത്തിലാണെങ്കിൽ ഇപ്പോൾ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നടൻ ദിലീപും നാദിർഷ അടക്കമുള്ള ആളുകൾ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടതും അവരിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം ശരിയായ ഗതിയിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നതിനൊരു സൂചന തന്നെയാണ് സുനി പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. അതിനുശേഷം സുനിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ BA ആളൂർ ഇപ്പോൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അദ്ദേഹം സുനിക്ക് വേണ്ടി വക്കാലത്ത് നൽകുന്ന കാര്യവും വക്കാലത്ത് എഴുതി നൽകുന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സുനി എഴുതി നൽകിയിരിക്കുന്ന കത്ത്, കത്തിലെ വക്കാലത്തിലെ അപേക്ഷയിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ കോടതി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണം സ്രാവുകൾക്കൊപ്പമാണ്, വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് എന്നാണ് സുനി പറഞ്ഞിരിക്കുന്നത്. അതായത് അന്വേഷണത്തിന്റെ ഗതി നമുക്കറിയാം. ഇപ്പോൾ ദിലീപ്, നാദിർഷ അടക്കമുള്ളവരിലേക്ക് എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അതിന്റെ സൂചനകൾ തന്നെയാണ് പൾസർ സുനിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്.
പല ആവർത്തിയുള്ള മാധ്യമപ്രവർത്തകരുടെ പല വിഷയങ്ങളിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഈ ഒരൊറ്റ സെന്റൻസിൽ തന്നെ മറുപടി ഒതുക്കിയത് പൾസർ സുനി. അതായത് അന്വേഷണം വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് എന്നാണ് പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് BA ആളൂർ അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കാനായി കോടതിയെ സമീപിക്കുന്നുണ്ട്. ദിൽജിത്തിലേക്ക് തന്നെ പോവുകയാണ്. ദിൽജിത്ത്, ആളൂർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് ഒരിക്കൽ കൂടി പോയാൽ നമുക്കറിയാം ഇത്തരത്തിലൊരു ആവശ്യം അത് എഴുതി നൽകുകയായിരിക്കും കോടതിയിൽ ചെയ്യുക വക്കാലത്ത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഒരു പക്ഷേ കേസ് വലിയ ഒരു വഴിത്തിരിവിൽ അല്ലെങ്കിൽ ഒരു അവസാന ഘട്ടത്തിൽ നിന്നൊക്കെയുള്ള തരത്തിലെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും പ്രതിഭാഗത്തിന് ഏറെ പണിപ്പെടേണ്ടതുണ്ട് ഇതിനെ മറികടക്കുന്നതിനൊക്കെ വേണ്ടി. അത്തരത്തിലുള്ള എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആളൂർ പങ്കുവയ്ക്കുകയുണ്ടായോ? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ദിൽജിത്ത്, സൗമ്യ, ഇത്തരത്തിൽ കേസ് ഏത് തരത്തിലുള്ള നടപടികളാണ് മുമ്പോട്ട് നീക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷ നൽകുന്നുണ്ടോ, ജാമ്യാപേക്ഷ നൽകുന്നുണ്ടോ, സുനിക്ക് വേണ്ടി ഏത് തരത്തിലുള്ള ശ്രമമാണ് കോടതിയിൽ നടത്തുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് മാത്രമാണ് നിലവിൽ സുനി പുറത്തു വന്നാൽ ഉണ്ടായേക്കാവുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത്, ഭീഷണി കണക്കിലെടുത്ത് ഇപ്പോൾ നിലവിൽ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് തങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ജാമ്യ അപേക്ഷയായി മുൻപോട്ട് നീങ്ങുന്നില്ല. തുടർന്ന് കേസിന്റെ ഗതി പരിശോധിച്ചും മറ്റുമാകും പ്രതിയുടെ ഭാഗങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുക. നിലവിൽ പൾസർ സുനിക്ക് വേണ്ടി ഒരു വക്കാലത്ത് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു വക്കാലത്ത് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് വരിക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം കേസിൽ ഇത്തരത്തിൽ വമ്പൻ സ്രാവുകളെ കുറിച്ചുള്ള ഒരു പരാമർശം സുനി നടത്തിയിരുന്നു. സുനി നടത്തിയ പരാമർശത്തിലെ വമ്പൻ സ്രാവുകൾ ആരാണെന്ന് ആളൂരിനോട് ചോദ്യങ്ങളുണ്ടായി. എന്നാൽ ആളൂർ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ഇത്തരത്തിൽ നിലവിൽ പിടിയിലായിരിക്കുന്ന ആളുകൾ സ്രാവുകളാണോ എന്നും സുനി പറഞ്ഞിരിക്കുന്ന വമ്പൻ സ്രാവുകൾ ആരാണോ എന്നും അദ്ദേഹം വ്യക്തമാക്കാൻ തയ്യാറായില്ല. വമ്പൻ സ്രാവുകളാണോ ചെറിയ സ്രാവുകളാണോ ഇനി പിടിയിലാവാനുള്ളത് എന്ന് തനിക്ക് അറിയില്ലെന്നും അത് വരും ദിവസങ്ങളിൽ പുറത്ത് വരുമെന്നുമുള്ള അടക്കമുള്ള ഒരു സൂചനയാണ് അഡ്വക്കേറ്റ് ആളൂരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പൾസർ സുനിയെ കോടതിയിലേക്ക് കയറ്റി പൾസർ സുനിക്ക് വേണ്ടി ഇപ്പോൾ വക്കാലത്ത് ഹാജരാക്കുവാനായി അഭിഭാഷകൻ BA ആളൂരും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. സുനിക്കൊപ്പം മറ്റ് ജയിലിലുണ്ടായിരുന്ന ഈ കേസിൽ പിടിയിലായ മറ്റ് പ്രതികളെ കൂടി ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവരെ അകത്തേക്ക് കയറ്റി ആദ്യ കേസുകളായി തന്നെ ഈ കേസുകൾ പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ കൂടി ഇവിടെ സമർപ്പിക്കപ്പെടുന്നുണ്ട്. നിലവിൽ സുനിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായേക്കാവുന്ന ആ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ കേസിൻ്റെ ഗതി വലിയ രീതിയിൽ തന്നെ നിർണ്ണയിക്കപ്പെട്ടേക്കാവുന്ന ഒരു മൊഴിയാവും സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യുക എന്നത് കേസിൻ്റെ മുമ്പോട്ടുള്ള ഗതിയിൽ ഏറ്റവും നിർണായകമായി വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കസ്റ്റഡി കാലാവധി പൂർത്തിയായി സുനിയെ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ ദിലീപ് നൽകിയിരുന്ന മുൻ മൊഴിയിൽ നിന്ന് വിരുദ്ധമായി ദിലീപും പൾസർ സുനിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ നിലവിൽ ഷൂട്ടിംഗ് നടന്ന സെറ്റിലെ ജീവനക്കാരെയും അതോടൊപ്പം ഷൂട്ടിംഗ് നടന്ന ക്ലബ്ബിലെ ജീവനക്കാരെയും അടക്കം മൊഴിയെടുക്കുകയും അവരിൽ നിന്നും എല്ലാം മൊഴി ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു മൊഴിയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നാദർഷിയും ദിലീപിനെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നു. അതോടൊപ്പം പോലീസിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ നടിയെ ആക്രമിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളടക്കം ലഭിച്ചു എന്നും ഇതിൻ്റെ ആധികാരികത കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വലിയ രീതിയിലുള്ള ഒരു ക്രൂരമായ പീഡനം നടിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ കൂടി നിലവിൽ ഇത്തരത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ സുനിലിൽ നിന്ന് വന്നിരിക്കുന്നു. അന്വേഷണം വമ്പൻ സ്രാവുകൾക്ക് ഒപ്പമാണ് എന്നൊരു സൂചന നൽകിയിരിക്കുന്നു. നിലവിൽ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് അന്വേഷണം ശരിയായ ഗതിയിലാണ് എന്ന് സൂചന നൽകുന്ന തരത്തിലുള്ളൊരു പ്രതികരണമാണ് പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ നടത്തിയത്. മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയെങ്കിൽ കോടതിക്കുള്ളിൽ ഹാജരാക്കുമ്പോൾ സുനിക്ക് വേണ്ടി നൽകുന്ന വക്കാലത്ത് അതിനൊപ്പം സുനി എഴുതി നൽകിയിരിക്കുന്ന കത്ത്, ആ കത്തിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കാം എന്നൊരു ആകാംക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇത്തരത്തിൽ പുറത്ത് പറഞ്ഞ കാര്യങ്ങളെക്കാൾ അധികം കൂടുതൽ എന്തെങ്കിലും നിലവിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ കാര്യമായി വഴിതിരിച്ചു വിടാൻ സാധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ കോടതിക്കുള്ളിൽ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ആ കാര്യങ്ങൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നൊരു കാത്തിരിപ്പിലാണ് മാധ്യമപ്രവർത്തകരും അന്വേഷണ സംഘവും. ഒരുപക്ഷെ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിലെ ഒരു സുപ്രധാനമായ ഒരു വിഷയം നമുക്കറിയാം. ദിൽജിത്ത്, പൾസർ പറഞ്ഞതുപോലെ തന്നെ വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് അന്വേഷണം.
ഒരുപക്ഷെ അതേ സാഹചര്യം തന്നെയാണ് പൾസറിന്റെ ജാമ്യ അപേക്ഷയിലേക്ക് പോകണ്ട എന്ന ഒരു വലിയ തീരുമാനം എടുക്കാനുണ്ടാക്കിയ ഒരു പശ്ചാത്തലവും അത്തരത്തിൽ സുനി ഒരുപക്ഷെ അപായപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നതർ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ രണ്ട് കാര്യങ്ങളിലും വ്യക്തമല്ലേ? 2 ദിവസത്തിന് ശേഷം കിടപ്പാടം കൊടുത്തു, അവിടെ ചെന്ന് അവിടെ താമസിച്ചു. അത് എനിക്കറിയില്ല. അത് പ്രൊഫഷണൽ. ദിൽജിത്തിലേക്ക് വരാം. അന്വേഷണം വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് എന്നാണ് പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്. ആവർത്തിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ നിലവിൽ ജാമ്യം കിട്ടാനുള്ള കാരണം ഒരു ജാമ്യമുള്ള വകുപ്പ് അദ്ദേഹത്തിനെതിരെയല്ല. അതായത് ഈ ഇൻസിഡന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനുശേഷം 2 ദിവസത്തിന് ശേഷമുള്ള ഒരു കേസിലാണ് ഒരു താമസിക്കാൻ ഇടം കൊടുത്തു എന്നുള്ള ഒരു കാരണം. കോയമ്പത്തൂർ താമസിച്ചു, അതുകൊണ്ടാണ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിജീഷ് ആയിരുന്നു. വിജീഷ് അദ്ദേഹത്തിന്റെ കൂടെ കോയമ്പത്തൂർ ജോലി ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ കേസ് പുറത്തു വന്നതിന് ശേഷം ഇദ്ദേഹത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലേ? ഇവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്ത സമയത്ത് അതൊക്കെ പോലീസിന് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് എ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഞങ്ങളോട് പറയരുതല്ലോ. എനിക്കറിയില്ല. ഞാൻ സുനിയുടെ അഭിഭാഷകനല്ല. എന്റെ കക്ഷി എന്നോട് പറയുന്നത് ശരിയല്ല. കാരണം അതൊരു പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ആവും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിക്ക് മാത്രമാണ് ഈ കേസിൽ ആകെ ജാമ്യം. ദിൽജിത്ത്, അവിടെ നിന്നുമുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ദിൽജിത്ത്? കേൾക്കാമെന്ന് കരുതുന്നു. നിലവിൽ 7ാം പ്രതിയുടെ അഭിഭാഷകൻ വിജീഷിന്റെ അഭിഭാഷകനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. നിലവിൽ വിജീഷും ഈ കേസുമായുള്ള ബന്ധം, ആ ബന്ധത്തെപ്പറ്റിയും പൾസർ സുനി ഇത്തരത്തിൽ വിജീഷുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അഭിഭാഷകനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിന് വിജീഷുമായി പൾസർ സുനി ബന്ധപ്പെട്ടിരുന്നോ, ഇത്തരത്തിൽ ഈ കേസുമായി വിജീഷിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വ്യക്തത വന്നിട്ടുള്ള അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താനാവില്ല എന്നൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ പൾസർ സുനിയെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മറ്റ് പ്രതികളെയും എല്ലാം തന്നെ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കേസ് പരിഗണിക്കും. ആ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ കസ്റ്റഡി നീട്ടി നൽകുന്നതിനുള്ള ഒരു അപേക്ഷ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നൽകും. ഏതായാലും ഈ ഘട്ടത്തിൽ വീണ്ടും ചോദ്യം ചെയ്യുക എന്നൊരു നടപടിയാണ് വേണ്ടത്. കൂടുതൽ പൾസർ സുനിയെ ചോദ്യം ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാവണം മുമ്പോട്ടുള്ള അന്വേഷണങ്ങൾ നീങ്ങേണ്ടത്. പ്രത്യേകിച്ച് ദിലീപും നാദിർഷയും വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ നൽകുന്ന മൊഴികൾ, ആ മൊഴികളിൽ വീണ്ടും വൈരുദ്ധ്യങ്ങളുണ്ടോ, അവർ പറയുന്ന കാര്യങ്ങളിലെ വ്യക്തത വരുത്താൻ ഇപ്പോൾ വീണ്ടും പൾസർ സുനിയുടെ കൂടി ഒരു മൊഴി അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങൾ അതുമായി കമ്പയർ ചെയ്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ആ ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കണമെന്നൊരു അപേക്ഷയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ വാക്കുകളിലേക്ക് കൂടി പോയ ശേഷം ഞാൻ തിരികെ എത്താം ആളൂർ പറഞ്ഞ കാര്യങ്ങളിലേക്ക്. സാധിക്കുകയുള്ളൂ. സുനിലിനെ അല്പസമയത്തുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. സുനിലുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വക്കാലത്ത് ഫയൽ ചെയ്യുകയും സുനിൽ കൊടുക്കുന്ന അപേക്ഷയ്ക്കനുസരിച്ച് കോടതി ഒരു ഉത്തരവ് ഇടുകയാണെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ പറയുന്ന സമയത്തിനുള്ളിൽ ഈ പറയുന്ന കേസ് സെഷൻ കോടതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതനുസരിച്ച് നടപടികൾ ഇന്ന് നടക്കുന്നതായിരിക്കും. ഇന്ന് വക്കാലത്ത് ഫയൽ ചെയ്തതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അദ്ദേഹത്തിനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം എന്നെ ജയിലിലേക്ക് വിളിച്ചിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചില സാങ്കേതിക തടസ്സം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ചില അഭിഭാഷകർ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിരുന്നു. അവരുടെ നോ ഒബ്ജക്ഷൻ കിട്ടാത്തതുകൊണ്ടും പ്രതി ഒരു അപേക്ഷ ജയിലർ മുഖാന്തരം കോടതിയിൽ അയച്ചിട്ടുള്ളതുകൊണ്ടും അതിന്റെ ഉത്തരവ് അനുസരിച്ച് ഇന്ന് വക്കാലത്ത് ഫയൽ ചെയ്യുന്നതായിരിക്കും. ജാമ്യം വേണ്ട എന്ന് സുനി പറയുന്നു. അങ്ങനെ ആളൂരിന്റെ ആളോട് പറഞ്ഞതായി പറയുന്നു. ജാമ്യാപേക്ഷയിൽ താല്പര്യമില്ലാത്തതുപോലെ സുനി പ്രകടിപ്പിച്ചതായി പറയുന്നു. ഉള്ളതാണോ അതെല്ലാം? തീർച്ചയായിട്ടും ചില സുരക്ഷാ ഭീഷണി ചില സുരക്ഷാ ഭീഷണികൾ ജയിലിന് പുറത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സാഹചര്യത്തിൽ ഒരു ജാമ്യാപേക്ഷ നൽകേണ്ട എന്ന് സുനി പറഞ്ഞിരിക്കുന്നത്. അതിന് നിജസ്ഥിതി മനസ്സിലാക്കണം. ജയിലിൽ
ആളൂർ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ചില സുരക്ഷാ ഭീഷണികൾ ജയിലിന് പുറത്തുണ്ട്, അതുകൊണ്ടാണ് ജാമ്യാപേക്ഷ നൽകണ്ട എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. കോടതിയിൽ വക്കാലത്ത് അപേക്ഷ നൽകും, അതിനുശേഷം വക്കാലത്ത് ഏറ്റെടുക്കും. ഒപ്പം കേസ് മറ്റ് കോടതിയിലേക്ക്, എറണാകുളം കോടതി, ജില്ലാ കോടതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നാണ് BA ആളൂർ പറഞ്ഞിട്ടുള്ളത്. ദിൽജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ദിൽജിത്ത്, ഇന്നിപ്പോൾ ഹാജരാക്കിയതടക്കം പൾസർ സുനി പറഞ്ഞതടക്കമുള്ള വിശദമായ കാര്യങ്ങളിലേക്ക്. ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആളൂരിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലൊരു വക്കാലത്ത് സമർപ്പിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പൾസർ സുനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കുമോ എന്ന കാര്യമാണ്. ഈ ഒരു കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. രഹസ്യമൊഴി പ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപേക്ഷയോ നൽകുന്നുണ്ടോ എന്ന കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എങ്കിലും അത് നിഷേധിക്കാനോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ ഉള്ള ഒരു നടപടിയിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു രഹസ്യമൊഴിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ, 164 ആയി എന്തെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധേയമായി നിരീക്ഷിക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ കാലയളവിൽ വീണ്ടും കോടതിയിൽ ഹാജരാക്കാൻ ഒരു നടപടി, അതോടൊപ്പം പൾസർ സുനിയുടെ ഒപ്പം പിടിയിലായ കേസിലെ മറ്റ് പ്രതികളെ കൂടി കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. ഏതായാലും മുമ്പോട്ടുള്ള അന്വേഷണത്തിൽ ഏത് തരത്തിൽ കേസിനെ കൈകാര്യം ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി BA ആളൂർ വക്കാലത്ത് സമർപ്പിച്ചിരിക്കുന്നു. മുഖ്യപ്രതി സുനിക്ക് വേണ്ടി ഇപ്പോൾ വക്കാലത്ത് സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിൽജിത്ത്, ഒപ്പം തന്നെ പൾസർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടി തന്നെ ഒരിക്കൽ കൂടി പോവുകയാണ്. ഇവിടെ വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് അന്വേഷണം. വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് അന്വേഷണം എന്നാണ് പൾസർ സുനി പറഞ്ഞത്. ഒരിക്കൽ കൂടി പൾസറിന്റെ വാക്കുകളിലേക്ക്. വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് അന്വേഷണം. ഒരുപക്ഷെ ദിൽജിത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലുകളിൽ നിന്നൊക്കെ വിഭിന്നമായി പിന്നീട് ഇങ്ങോട്ട് ദിലീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നാദൃഷ വിളിച്ചതടക്കമുള്ള കാര്യങ്ങൾ അവിടെ അപ്പുണ്ണി പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഫോണിൽ നിന്നും തന്റെ ഫോണിൽ നിന്നും വിളിച്ചത് ദിലീപാണ് എന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പൾസർ സുനി വമ്പന്മാർക്കൊപ്പമാണ് അന്വേഷണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്തരം കാര്യങ്ങളൊന്നും തള്ളിക്കളയുന്നില്ല. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്നതല്ലേ പൾസറിന്റെ വാക്കുകൾ? ആ വിധത്തിൽ തന്നെയാണോ? ഒപ്പം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ സുനി പറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കേസുമായി കൂടുതൽ സഹകരിച്ച് ഒരുപക്ഷെ കോടതിയിൽ അടക്കം ഇക്കാര്യങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്താനുള്ള ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് ദിൽജിത്ത്? തീർച്ചയായും സ്വാമി, ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരു അന്വേഷണം ശരിയായ ഗതിയിലാണ് എന്നതടക്കമുള്ള ഒരു സൂചനയിലേക്കാണ് പൾസർ സുനിയുടെ വാക്കുകൾ. നിലവിൽ മാധ്യമപ്രവർത്തകർ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ചോദിച്ച നിരവധി ചോദ്യങ്ങളാണ് സുനിക്ക് മുന്നിൽ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. നിലവിൽ നടക്കുന്ന അന്വേഷണം സംബന്ധിച്ചും നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ യാഥാർത്ഥ്യമാണോ, ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ, ദിലീപ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സംശയനിഴലിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണോ നിലവിൽ ഈ കേസിൽ യഥാർത്ഥ പ്രതികൾ യഥാർത്ഥത്തിൽ കൊട്ടേഷൻ നൽകിയിട്ടുള്ളത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും കൂടി ഒറ്റ മറുപടിയാണ് നൽകിയത്. വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് അന്വേഷണം നീങ്ങുന്നത് എന്നൊരു മറുപടി മാത്രമാണ്. ഇത്തരത്തിൽ വലിയ സൂചനകൾ നിലവിൽ ഇപ്പോൾ നടൻ ദിലീപും സംവിധായകൻ നാദൃഷ അടക്കമുള്ള ആളുകളിലേക്ക് അവരേക്ക് വീണ്ടും ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം വരുന്നു. പ്രത്യേകിച്ച് ദിലീപിലേക്ക് നേരിട്ട് എത്താനുള്ള സൂചനകളാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ വമ്പൻ സ്രാവുകളെ കുറിച്ചുള്ള ഈ ഒരു പരാമർശം നിലവിൽ ഈ അന്വേഷണം നടക്കേണ്ടത് ശരിയായ ഒരു ദിശയിൽ തന്നെയാണ് എന്നൊരു സൂചന കൂടി സുനി നൽകുന്നു.
അതോടൊപ്പം നിലവിൽ ഇപ്പോൾ ദിലീപിനെയും നാദിർഷയും അടക്കം വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻപ് ദിലീപ് നൽകിയിരുന്ന മൊഴികളിൽ സുനിയുമായി നേരിട്ട് ബന്ധമില്ല, പരിചയമില്ല, സുനിയെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നേരിട്ട് പരിചയമില്ല എന്നൊക്കെയുള്ള ദിലീപിൻ്റെ മൊഴികൾ പുറത്തു വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം പോലീസിനെ നേരിട്ട് ലഭിച്ച ചിത്രത്തിൽ പോലും ഇത്തരത്തിൽ ഈ ഒരേ ഷൂട്ടിംഗ് സെറ്റിൽ ദിലീപും പൾസർ സുനിയും ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നു. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച ക്ലബിലെ ജീവനക്കാർ എടുത്ത ഫോട്ടോയിലൂടെ പുറത്തു വന്നിരിക്കുന്ന വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെയും സിനിമ രംഗത്തുള്ള മറ്റുള്ളവരെയും ചോദ്യം ചെയ്ത് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴികൾ, ആ തെളിവുകൾ അവയെല്ലാം തന്നെ ദിലീപിലേക്ക് എത്തുന്നതിനുള്ള തെളിവായി ശേഖരിച്ചിരിക്കുന്നു. അതോടൊപ്പം ഈ ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണി അടക്കമുള്ള ആളുകൾ നൽകിയിരിക്കുന്ന മൊഴികൾ, ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ, ദിലീപ് ഒരുപക്ഷെ നേരിട്ട് ഫോൺ വിളിച്ച് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ പോലും സാൻഡ്വിച്ച് കോളിംഗ് എന്ന രീതിയിൽ വിശേഷിക്കപ്പെടുന്ന മറ്റൊരു രണ്ട് ഇടനിലക്കാരെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ടുള്ള ഒരു വിവര കൈമാറ്റം ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നടന്നു വരുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ സുനി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി തന്നെ, ക്ലിയറായി തന്നെ ഇത്തരൊരു കാര്യം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമാക്കുന്ന സുനി കോടതിക്കുള്ളിലെത്തുമ്പോൾ ഏതൊക്കെ പുതിയ വിവരങ്ങൾ കോടതിയിൽ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തും. പ്രത്യേകിച്ച് രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ നീണ്ടേക്കാം എന്നത് തന്നെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യമാണ്. അത്തരത്തിലൊരു രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു അപേക്ഷ നൽകുന്നുണ്ടോ എന്നൊരു കാര്യം അഡ്വക്കേറ്റ് ആളൂരിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചുവെങ്കിലും അത് സ്ഥിരീകരിക്കാനോ നിരാകരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കോടതിക്കുള്ളിൽ ഇതുവരെ പുറത്തു വരാത്ത ഏതെങ്കിലും വിവരങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സുനി സൂചിപ്പിച്ചിട്ടുള്ള വമ്പൻ സ്രാവുകൾ, ആ സ്രാവുകളെക്കുറിച്ച് തന്നെ അവരെ ഈ കേസിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിവരം, പ്രത്യേകിച്ച് നടൻ ദിലീപിനെ നേരിട്ട് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പരിശോധന കൂടിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആ ഒരു പരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും നാദിർഷയെയും ദിലീപിനെയും ചോദ്യം ചെയ്യലിനായി വിളിച്ച് വരുത്തുകയും കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നൊരു സൂചന അന്വേഷണ സംഘത്തിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ദിൽജിത്തിലേക്ക് എത്താം. അങ്കമാലി കോടതിയിൽ പൾസർ സുനിയെ ഹാജരാക്കിയിരിക്കുകയാണ്. വമ്പൻ സ്രാവുകൾക്കൊപ്പം ആണ് ഇപ്പോൾ അന്വേഷണം എന്നാണ് സുനി പറഞ്ഞത്. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് BA ആളൂർ പൾസറിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കില്ല, കാരണം ജയിലിന് പുറത്ത് സുനിയുടെ ജീവൻ സുരക്ഷിതമായിരിക്കില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്ന വ്യക്തമായ സൂചനകൾ തന്നെയാണുള്ളത്.